മുളച്ചു പൊങ്ങും ബഅദമാ തംബുത്തുൽ അജ്സാദു ഫീ ഖുബൂരിഹാ വ അമാകിനിഹാ. എവിടെയാ ഉള്ളതെങ്കിൽ ആ സ്ഥലത്ത് ശരീരം മുളച്ച് പൊങ്ങി റെഡിയായി. പിന്നെ സൂറെന്ന കാഹളത്തിൽ ഒരു ഊത്തും കൂടെ. ആ ഊത്താണ്ട് ഊതുമ്പോ താറത്തിൽ അർവാഹു, റൂഹുകൾ മൊത്തം പുറത്തേക്ക് ചാടി. സൂറെന്ന കാഹളത്തിലാ ഉള്ളത്, അത് മുഴുവൻ പുറത്തേക്ക് ചാടി. എന്നിട്ട് തതവഹജു അർവാഹുൽ മുഅ്മിനീന നൂറാ വ അർവാഹുൽ കാഫിരീന ഗുൽമ. വിശ്വാസികളുടെ ആത്മാവ് വെളിച്ചം പരത്തിയും അവിശ്വാസികളുടെ അതുപോലെ നന്ദി കെട്ടവരുടെ ആത്മാക്കൾ ഇരുട്ട് പരത്തിയും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് മറ്റേത് വെളിച്ചം കണ്ട് ഇങ്ങനെ സഞ്ചരിക്കും. ആ സമയത്ത് എങ്ങോട്ടാ പോകേണ്ടതെന്നറിയില്ല. ഊതി പുറത്ത് ചാടിച്ചു. ഈ ആത്മാക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ അല്ലാഹു പറയും, സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഹദീസ് സ്വഹീഹ് അല്ലെങ്കിൽ അത് ഉദ്ധരിക്കൂല. ഇതിങ്ങനെ പറയാൻ കാരണം അൽ ഹാഫിദ് ഇബ്നു കസീർ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ പ്രമാണം അന്വേഷിക്കേണ്ട കാര്യമല്ല. ഖാല റസൂലുള്ളാഹി എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അത്ര കറക്റ്റായി. അത് ഹദീസിന്റെ കാര്യത്തിൽ അത്രയും സൂക്ഷ്മതയോടുകൂടെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. എന്റെ കൂട്ടുകാർ ചിന്തിക്കേണ്ടത്, ഈ ഹദീസ് ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അവരെഴുതുന്ന തഫ്സീറില് അവിടുത്തെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുന്നത് കാണാം. ആ സമയത്ത് ഫയഖൂലുല്ലാഹു അസ്സ വജൽ, ആത്മാക്കൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ സൂറെന്ന കാഹളത്തിൽ നിന്ന് ആ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊത്തൂതിയതോടുകൂടെ ഒക്കെ പുറത്ത് ചാടി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുക. ആ സമയത്ത് അല്ലാഹുവിന്റെ വിളി, വഇസ്സതി വജലാലി, എന്റെ അന്തസ്സും പ്രൗഢിയും സാക്ഷിയാണ്. വഇസ്സതി വജലാലി, എന്റെ അന്തസ്സും പ്രൗഢിയും സാക്ഷിയാണ്. ലതർജിഅന്ന കുല്ലു റൂഹിൻ ഇലാ ജസദിഹാ, ലതർജിഅന്ന കുല്ലു റൂഹിൻ ഇലാ ജസദിഹാ. ഓരോ ആത്മാക്കളും അതിന്റെ ശരീരങ്ങളിലേക്ക്, അത് ദുനിയാവിൽ ഓട്ടിയിരുന്ന വണ്ടിയിലേക്ക് കയറണം. ഡ്രൈവറായിട്ട് രണ്ടാമത് കയറണം. വണ്ടി കേടുപാടുകളൊക്കെ തീർത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്, കയറണോ? ഇനി വണ്ടിക്ക് ഒരിക്കലും കേടുപാടുകൾ സംഭവിക്കില്ല. ഇനി ഡ്രൈവർ ഇറങ്ങേണ്ട ആവശ്യവും വരൂല. കയറാൻ പറയുന്നു. ആത്മാവ് ഓടി വരുന്നു. ഈ ഖബറുകളിൽ രൂപപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്മാരുടെയൊക്കെ ഈ ബോഡികളിലേക്ക്, മനുഷ്യ ബോഡികളിലേക്ക്, ശരീരങ്ങളിലേക്ക് ആത്മാക്കൾ വന്ന് കയറും. വിഷം തീണ്ടിയവന്റെ ശരീരത്തിൽ വിഷം അല്പാൽപമായിട്ട് ഇങ്ങനെ കയറും പോലെ. വിഷം ഒറ്റയടിക്കാണ് കയറലല്ലോ, പതുക്കെ 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 ഇങ്ങനെ കയറല എന്നതുപോലെ ഈ ആത്മാവ് പതുക്കെ പതുക്കെ അങ്ങനെ ജീവൻ വെച്ച് ജീവൻ വെച്ച് ജീവൻ വെച്ച് ജീവൻ വെച്ച് ആ ജീവനാണ് പരിപൂർണ്ണാകുമ്പോൾ ശരീരം മുഴുവൻ ഇളകി. ഇത്ര കൃത്യമായിട്ടാ സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നത്. സുമ്മ യഖൂമൂൻ, പിന്നെ അവിടെ നിന്നിട്ട് എഴുന്നേറ്റിട്ട് യംഫുദൂന തുറാബ മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് മണ്ണ് തട്ടിക്കൊട്ടി ഇങ്ങ് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ഖബർ വിളർന്നു, മണ്ണൊക്കെ തട്ടിക്കൊട്ടി ഇങ്ങോട്ട് എഴുന്നേൽക്കും. ഇതാണ് രണ്ടാമത്തെ ഹയാത്ത്. ഈ ദിവസമാണ് പിന്നെ റബ്ബിലേക്ക് ഓടുന്നത്. പിന്നെ റബ്ബിലേക്ക് ഓട്ടം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരവസ്ഥയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇത് വല്ലാത്ത ഒരവസ്ഥയാണ്. എന്തിനാ നമ്മൾ ഈ കാര്യത്തിലൊക്കെ സംശയിക്കുന്നത്? നമ്മുടെ മുന്നത്തെ അവസ്ഥ, നമ്മുടെ മുമ്പത്തെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ശേഷം വരാൻ പോകുന്നത് അത് അല്ലാഹു പറഞ്ഞതുപോലെയാണെങ്കിൽ പിന്നെ ശേഷം വരാൻ പോകുന്നതും അല്ലാഹു പറഞ്ഞതുപോലെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമല്ലല്ലോ. മുമ്പത്തേത് പടച്ചോൻ പറഞ്ഞതുപോലെ തന്നെ എന്ന് ബോധ്യപ്പെട്ടു. ഏതെങ്കിലും ഒന്ന് പറ, പടച്ചോൻ പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങുന്ന അന്ന് ഖുർആൻ പറഞ്ഞു നിങ്ങളെ മുമ്പത്തെ അവസ്ഥ നിങ്ങൾ വാപ്പയുടെ ബീജഗണമായിരുന്നു. അന്ന് കുറെ കൊഞ്ഞനം കുത്തി ഇസ്ലാമിന്റെ വിരോധികള് എന്താ മുഹമ്മദ് ഈ പറയുന്നത്, ആർത്തവ രക്തം കട്ട പിടിച്ചിട്ടാ കുട്ടി ഉണ്ടാകുന്നത്, അരിസ്റ്റോട്ടിലിന്റെ തെറ്റായ സിദ്ധാന്തം വന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. ആ ഖുർആൻ ഇറങ്ങിയിട്ട് പിന്നെ 1000 കൊല്ലം കഴിഞ്ഞാരെ കണ്ടെത്തിയത് പുരുഷ ബീജാണ് കുട്ടിയാകുന്നത്. നിങ്ങൾ അറിയോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ തമാശ? 1000 കൊല്ലം, ഖുർആൻ ഇറങ്ങിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ട് അത് കണ്ടെത്തിയത്. ഏതാനും നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഈ രഹസ്യം കണ്ടെത്തിയിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഗൗരവം എത്രയാണ്. അന്ന് മുത്തുനബി പറഞ്ഞത് ഇന്ന് ഞാൻ ചോദിക്കട്ടെ, മൂക്ക് കീപ്പോട്ടായ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാ കുട്ടി ഉണ്ടാകുന്നത്? പറയൂല. ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതുന്ന കാലത്ത് പോലും ഇതാ നിലവിലുള്ളത് ഈ വാദം. അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ എഴുതിയത്. മഹാനവറുകൾ എഴുതിയത് അതുകൊണ്ടാണ്. മുസ്ലിം സയന്റിസ്റ്റുകൾക്കെങ്കിലും ഈ ബഡായി ഒന്ന് നിർത്തിക്കൂടെ?
ആർത്തവരക്തം കട്ട പിടിച്ചിട്ട് ആ കുട്ടി ഉണ്ടാകുന്നത്. ഖുർആനും ഹദീസും ഇങ്ങനെ വെളിച്ചത്തിൽ പച്ചയായി പറയല്ലേ, പുരുഷ ബീജമാണ് കുഞ്ഞാകുന്നത്. ആ പുരുഷ ബീജത്തിലെ കണ്ടത്തിന്റെ സഹായമുണ്ട്. അത് ഖുർആൻ മറ്റൊരിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാലും പ്രധാന ഘടകം പുരുഷ ബീജമാണ് ഒരു കുഞ്ഞായി മാറുന്നത്. കുട്ടിയുടെ ആണും പെണ്ണും ലിംഗനിർണയം നടത്തുന്നതും പുരുഷന്റെ ബീജത്തിനനുസരിച്ചാണ്, ബീജഗണങ്ങൾക്കനുസരിച്ചാണ്. ഇന്നത്തെ ശാസ്ത്രം ഇതൊക്കെ സമ്മതിച്ചു കഴിഞ്ഞു. ഖുർആൻ അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാൻ പ്രയാസം, ശാസ്ത്രം സമ്മതിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ സങ്കടപ്പെട്ട് എഴുതുന്നു, മുസ്ലിം ശാസ്ത്രജ്ഞർക്കെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറിക്കൂടെ. ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞിട്ട് പിന്നെ തന്നെ പറയണോ? എന്നാ ഇടക്ക് വെച്ചിട്ട് അരിസ്റ്റോട്ടലിന്റെ ഈ സിദ്ധാന്തത്തെ പിടിച്ച് കുലുക്കിയിരുന്നു ചിലരൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ കെട്ടിക്കാത്ത കുട്ടിയേക്കും വയറ്റിലുണ്ടാവണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ആർത്തവരക്തം കട്ട പിടിച്ചിട്ട് ആ കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ കെട്ടിക്കാത്ത കുട്ടിയേക്കും വയറ്റിലുണ്ടാവണമല്ലോ. അപ്പൊ അന്ന് അവർ പിടിച്ചു നിന്നു, ഒരു ന്യായം പറഞ്ഞു. എന്ത്? ആർത്തവരക്തം കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം പുരുഷ ബീജത്തിനുണ്ട്, അപ്പോഴേ ആർത്തവരക്തം കട്ട പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. തൽക്കാലം ഉഴപ്പി രക്ഷപ്പെട്ടു വന്ന. എന്നാ ഇന്ന് മൂക്ക് കിപ്പോട്ടായി ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയും ആർത്തവരക്തം കട്ട പിടിച്ചിട്ട് ആ കുട്ടി ഉണ്ടാകുന്നത്, പറഞ്ഞ അവനിവിടെ നിലനിൽപ്പുണ്ടാവുമോ? തിരുത്തി. എന്നാൽ ഇതെപ്പോഴാ ലോകം തിരുത്തുന്നത്? പുറത്ത് നിന്ന് അകത്തേക്ക് നിരീക്ഷിക്കാനുള്ള യന്ത്രങ്ങൾ വന്നപ്പോ, അല്ലെ, കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയപ്പോ. എന്നാൽ ഈ തുടക്കം വളരെ കൃത്യമായിട്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോ 40 ദിവസം കൂടുമ്പോഴും ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ മാറും, അല്ലേ? ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ മാറും. ഭ്രൂണം അത് മാംസകഷ്ണമാകുന്നു, അത് എല്ലാവുന്നു, ആ എല്ലിൽ മാംസം പൊതിയുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി അന്ന് തന്നെ പറഞ്ഞു പുരുഷ ബീജമാണ്. ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, അലം യകു നുത്ഫതം മിൻ മനിയ്യുംനാ എന്ന് ചോദിച്ചതുപോലെ ഒരു ബീജഗണമായിരുന്നില്ലേ? ഇമാം റാസി പിടിച്ചത് അവിടെയാ, നുത്ഫതൻ ഒരു ബീജഗണം, അല്ലെ? ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജഗണമായിരുന്നില്ലേ മനുഷ്യൻ? ഒരു തുള്ളിയിലെ കോടിക്കണക്കിന് അണുക്കളുടെ കൂട്ടത്തിൽ ഒരണു. അതാ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്നതും കേൾക്കുന്നതുമായ ഞാനും നിങ്ങളും ചിന്തിക്കണം. ഇന്ന് നമുക്ക് കൈപൊക്കാനായി, മുദ്രാവാക്യം വിളിക്കാനായി എന്ന് കരുതി ദൈവമുണ്ടോ എന്ന് ചോദിക്കരുത്. എന്ത് പടച്ചോൻ, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് ഖുർആൻ എന്ന് ചോദിക്കരുത്. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ഇപ്പൊ എത്തി നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് ധിക്കാരം പറയരുത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടു. എന്നാൽ അന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എവിടുന്ന് പറഞ്ഞതായത്? ഇത് തന്നെയാണ് തെളിവ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വതദീബി ഫിൽ ഉതുമി മൗലാ. ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്, ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. എന്താണ് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു നബിയെ മദഹ് ചെയ്തിട്ട് പറഞ്ഞത്? ഉമ്മയായ നബിതങ്ങളില് ഇത്രയും പരന്ന വിവരമുള്ളത് ഇത് മാത്രം മതി, അല്ലാഹുവിന്റെ പ്രവാചകരാണ് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് തെളിയിക്കാൻ. വേറൊരു മുഅ്ജിസത്തും വേണ്ട. ഇതാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ഇവിടുന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, നിലക്കാത്ത മുഅ്ജിസത്ത്, ഖിയാമം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത്, കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ. ഈ ഇൽമുകൾ വിളിച്ചു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ സത്യാണെങ്കിൽ പിന്നെ പരലോകം സത്യാവണ്ടേ? ഇതാണ് ഞാൻ മുമ്പ് യാസീൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ 10 ദിവസം പരലോകം ഖുർആനിൽ എന്ന വിഷയം അവതരിപ്പിച്ചപ്പോ 9 ദിവസം ഒരു സുഹൃത്ത് അത് കേട്ടുനിന്നു. 9 ദിവസവും അത് കേട്ടു നിന്നിട്ട് അവസാനത്തെ ദിവസം ഞാൻ ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇത് 1-ാമത്തെ ദിവസാ പറഞ്ഞത് എങ്കിൽ ഇതിന്റെ മുമ്പ് ഞാൻ കേട്ട സ്വർഗവും നരകവും എനിക്ക് ഒന്നും കൂടെ ഉറപ്പാകുമായിരുന്നു. ഞാൻ ഈ സ്വർഗവും നരകവും വിചാരണയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലാകെ സംശയങ്ങളുടെ നൂലാമാലകളായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ചിന്തകളെ തൊട്ട് നമ്മുടെ ഖൽബിനെ അല്ലാഹു പരിശുദ്ധമാക്കട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഇയാൾ പറയാണ്, ഈ പറയുന്ന മൂല്യർക്ക് എന്നെ തിരുവിശ്വാസം ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, മരിച്ചിട്ട് പിന്നെ ഒരു ഹയാത്തോ, പിന്നെ നരകോ, പിന്നെ സ്വർഗോ, പിന്നെ ഹിസാബോ, ഇങ്ങനെ എന്റെ മനസ്സ് വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ ഞാൻ ഏതായാലും 10 ദിവസം വന്നു. ഇന്ന് വന്നപ്പോ ഈ പുരുഷ ബീജത്തിൽ നിന്ന് കുഞ്ഞുണ്ടാകുന്നതും അതിന്റെ ഓരോ ഘട്ടങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉസ്താദ് സൂറത്തുൽ മുഅ്മിനൂനയിൽ ആയത്ത് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞപ്പോ മുറീസ് മുഖായി ആലോചിപ്പിച്ച, ചിന്തിപ്പിച്ച, മതം മാറാൻ പ്രേരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആയത്ത്.
അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഇത് ഞാനൊരു ഡോക്ടർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, ഇതെനിക്ക് ഉറപ്പാണ് ഖുർആൻ ഈ പറഞ്ഞ ഇത് തന്നെയാണ്. നോക്കുങ്ങൾ, ഡോക്ടർ പറഞ്ഞപ്പോ അയാൾക്ക് നല്ല വിശ്വാസം, ഉറപ്പ്, അയാൾക്ക് പിന്നെ അതിൽ സംശയമല്ല. അള്ളാഹുവും അവന്റെ റസൂലുള്ളാഹി പറഞ്ഞതിൽ സംശയം, ഇതൊക്കെ മോമിനിന്റെ നല്ല ഒരു പോരായ്മ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാലേ ആ പറഞ്ഞത് നബി തങ്ങൾ അന്ന് പറയാൻ ഒരു ന്യായവും കാണുന്നില്ല, അന്നത് മനസ്സിലാകാൻ. അപ്പോ അള്ളാഹുവിന്റെ ഇടപെടൽ തന്നെയാണ്. എങ്കിൽ ഇത് സത്യാണെങ്കിൽ ഈ പറഞ്ഞ റസൂലുള്ള തന്നെയാണല്ലോ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഹിസാബുണ്ട്, പുനരുത്ഥാനമുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചു, ഇതുണ്ടാവും. വല്ലാത്ത കുറ്റബോധം തോന്നുന്നു ഉസ്താദെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ നഫ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഉറച്ചു. അതാണ് ഈ പുനരുത്ഥാനത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അവരവരുടെ മുന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചാൽ മതി. ഘട്ടം ഘട്ടമായി അവർ കടന്നു വന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ആ റബ്ബിനെ അവരെ രണ്ടാമത് സൃഷ്ടിക്കാൻ എന്തു പ്രയാസം! ആ റബ്ബിന്റെ വചനമാണിത് എന്ന് തെളിയിക്കുന്ന രേഖകളേറെ. ആ റബ്ബ് നിങ്ങളോട് പറയാനുള്ളത് പറയുകയാണിത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന മാർഗത്തിൽ ഖുർആനിക വചനങ്ങൾ മുമ്പിൽ കിടക്കുന്ന. ഇനി എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? കേട്ടോളൂ, ഖുർആനിലെ ഒരായത്ത്, യാ അയ്യുഹന്നാസ്, മുഅ്മിനീങ്ങളെയല്ല, യാ അയ്യുഹന്നാസ്, മൊത്തം ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയാ, മനുഷ്യരെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅ്സി, പുനരുത്ഥാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅ്സ് ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നിങ്ങളെ നമ്മൾ മണ്ണിൽ നിന്ന് പടച്ചതാ. ആലോചിച്ചോ, മണ്ണിൽ നിന്ന് പടച്ചതാണ്. സുമ്മ മിൻ നുത്ഫ, പിന്നെ ബീജഗണത്തിൽ നിന്ന്. സുമ്മ മിൻ അലഖ, മണ്ണ് ബീജമാകുന്നു അല്ലേ? മണ്ണിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങളും തിന്നിട്ടാ വാപ്പാക്ക് ബീജമുണ്ടായത്. സംശയിക്കേണ്ട, ഘട്ടം ഘട്ടമാണ്. മിൻ തുറാബ്, അത് വാപ്പയുടെ ബീജഗണമായി. ആ ബീജഗണം സുമ്മ മിൻ അലഖ, പിന്നീട് അത് ഭ്രൂണമായി. അട്ടയെ പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു നിന്നു. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ, പിന്നീട് അവയവ രൂപകൽപ്പന നടത്തിയ ഒരു മാംസകഷ്ണമായി, ചെറിയൊരു മാംസകഷ്ണം. ആ മാംസകഷ്ണത്തില് കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, അതിനനുസരിച്ചുള്ള വലുപ്പത്തില് അത് ക്രമപ്പെട്ടു വന്നു. വഗൈരി മുഖല്ലഖ, ചിലപ്പോൾ അവയവ രൂപകൽപ്പന നടത്താത്ത മാംസകഷ്ണങ്ങള് അങ്ങനെയുമുണ്ട്. ഇടയ്ക്ക് തന്നെ ക്യാൻസലായി പോകുന്നവ, അവയവങ്ങൾ പൂർണ്ണമായിട്ട് നൽകാത്തവ, 2 കാലില്ല, ഒന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ അംഗവൈകല്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് മക്കളുടെ കാര്യത്തിൽ. പടച്ചോനെ റഹ്മാനായ റബ്ബേ, ആ ഉമ്മമാരുടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് തരുന്ന മക്കൾക്ക് നീ അംഗവൈകല്യം തന്ന് റബ്ബേ എന്നും അവരൊരു ഭാരമായി നിൽക്കുന്നവരാക്കല്ലോ അല്ലാ. 9 വയസ്സുള്ള കുട്ടി ഇന്ന് വരെ ഉമ്മ എന്ന് പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്, ഉപ്പ എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഉപ്പ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഒരു ഉമ്മ വളരെ സങ്കടത്തോടെ പറഞ്ഞു. ഇന്നിങ്ങോട്ട് വന്ന് കയറുമ്പോ 7 വയസ്സുള്ള കുട്ടി ഒന്നും ചെയ്യില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. എത്ര സങ്കടങ്ങൾ! അള്ളാഹുവിന്റെ അവൻ പൊരുത്തപ്പെടുന്ന ഒരു വേദിയാണല്ലോ. നമുക്കൊന്ന് ദുആ ചെയ്യാം. പടച്ചോനെ, നീ വിചാരിച്ചാൽ എല്ലാം നടക്കാവുന്നതേ ഉള്ളൂ. അയ്യൂബ് നബിയെ പുനരെഴുന്നേൽപ്പിച്ച റബ്ബേ, ഈ മക്കളെയൊക്കെ നീ ശരിപ്പെടുത്തണേ അല്ലാ, നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കളുടെ സങ്കടങ്ങൾ തീർക്കണേ അല്ലാ, നീ തീർത്തു കൊടുക്കണേ അല്ലാ. യാ അയ്യുഹന്നാസ്, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅ്സി ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫ സുമ്മ മിൻ അലഖ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, കാര്യത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വിശദമാക്കി തരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും. വനുഖിറു ഫിൽ അർഹാം, ഇതൊക്കെ നടത്തുന്നതിൽ വലിയ ശക്തിയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ,
ഗർഭപാത്രങ്ങളിൽ, ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ നാം ഉദ്ദേശിച്ച ഗർഭസ്ഥ ശിശുക്കളെ നാം ഉദ്ദേശിച്ച കാലം വരെ, ഒരു നിശ്ചിത അവധി വരെ, ചിലത് 6-ാം മാസത്തിൽ പ്രസവിക്കും, ചിലത് 4-ാം മാസത്തിൽ തന്നെ പ്രസവിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. നാം ഉദ്ദേശിച്ചത് അത് കയ്യും കാലും ഉള്ളതാണെങ്കിൽ അങ്ങനെ, കണ്ണില്ലാത്തതാണെങ്കിൽ അങ്ങനെ, ചെവിയില്ലാത്തതാണെങ്കിൽ അങ്ങനെ. നമ്മൾ ഉദ്ദേശിച്ചത് ഗർഭപാത്രത്തിൽ നാം സ്ഥിരമായി നിർത്തും. ഇലാ അജലിൻ മുസമ്മ, 10 മാസം വരെ നിർത്തിയേക്കാം. സുമ്മ നുഖ്രിജുകും ത്വിഫ്ലാ, എന്നിട്ട് നല്ല അഴകുള്ള ഒരു കുഞ്ഞുമോനായിട്ട് നമ്മൾ നിങ്ങളെ പുറത്തേക്കിടുന്നു. സുമ്മ നുഖ്രിജുകും ത്വിഫ്ലാ സുമ്മ ലിതബ്ലുഗൂ അശുദ്ധകും, പിന്നെ നിങ്ങൾ കൗമാര പ്രായത്തിലെത്തുന്നു, യുവത്വം പ്രാപിക്കുന്നു. വമിൻകും മൻ യുതവഫാ, ഇടക്ക് തന്നെ മരിച്ചു പോകുന്നവരും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പെറ്റാന്ന് തന്നെ മരിക്കുന്നവരുണ്ട്, 4 ദിവസം കഴിഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട്, 5-ാം വയസ്സിൽ മരിക്കുന്നവരുണ്ട്. എല്ലാവരും കൗമാരത്തിലെത്തണമെന്നില്ല, എല്ലാവരും ടീനേജിലെത്തണമെന്നില്ല, എല്ലാവരും യുവത്വത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയുണ്ട്. വമിൻകും, എന്നാ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ യുവത്വം പ്രാപിച്ച് അങ്ങനെ അങ്ങ് നീണ്ടു നിന്നിട്ട് വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യുറദ്ദു ഇലാ അർദലിൽ ഉൾമുർ, അവശമായ പ്രായത്തിലേക്ക് തള്ളിക്കളയുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവശമായ പ്രായത്തിലേക്ക് തള്ളിയിട്ട് ചിലപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിക്കും. ദീർഘായുസ് എത്രയും ഉണ്ടാവാം, പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ പറ്റണം, ഉദു എടുക്കാൻ പറ്റണം, കുളിക്കാൻ പറ്റണം, നിസ്കരിക്കാൻ പറ്റണോ, ഹദ്ദാദ് ചെല്ലാൻ പറ്റണോ. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് അൽഹംദുലില്ലാ സന്തോഷമാണ്. പടച്ചവനെ, ആരോഗ്യം കെട്ട് കുറെ നാൾ ഈ ഭൂമിയിൽ നീട്ടിയിട്ട് ഞങ്ങളെ കുടുംബത്തിന് ഭാരമാക്കരുത് റഹ്മാനെ, ഭാരമാക്കരുത് റഹ്മാനെ. എന്നാൽ പെട്ടെന്ന് ഞങ്ങളെ പിടിക്കരുത്. തൗബക്കുള്ള ഒരു അവസരം നൽകണേ അല്ലാഹ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ നിന്നൊരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ആ 2 ആഴ്ച എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് ഒരാഴ്ചത്തേക്ക് ദ്വാരന്നാ മതി. കാരണം നമ്മുടെ മെമ്പർന്നോത്തിന്റെ കഥ ആലോചിച്ചാൽ ഇപ്പോൾ ഒരാഴ്ച കിടന്നാ മതി. ഒരു തമാശ പറഞ്ഞതാണ്, 2 ആഴ്ചയും കിടക്കണ്ടെന്ന്. അപ്പൊ അത് തമാശ പറഞ്ഞതാണ്, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഗതി കുടുംബത്തിന് വെറുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അവശമായ പ്രായത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നവരുണ്ടോ? മടക്കിക്കൊണ്ടുപോകുക. കാരണം അർദലുൽ ഉമറിൽ നിന്നാ തുടങ്ങിയത് അല്ലേ? എണീക്കാൻ പറ്റാതെ, ചോറ് സ്വന്തം തിന്നാൻ പറ്റാതെ, വെള്ളം സ്വന്തം കുടിക്കാൻ പറ്റാതെ, മൂത്രിച്ചാൽ സ്വയം ശുദ്ധിയാക്കാൻ പറ്റാതെ, അങ്ങനെ നമ്മൾ തുടങ്ങി വന്നത്. പിന്നെ വീണ്ടും മൂത്രിച്ചാൽ വേറുള്ളവർ കൈകി തരണം, കാഷ്ടിച്ചാൽ ആ കാഷ്ടം മറ്റുള്ളവർ പൊക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും എത്താൻ അല്ലാഹു തആല നമ്മളെ അത്തരം ഒരു അവശമായ പ്രായത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് ഈ അവശമായ പ്രായത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എല്ലാം അറിഞ്ഞതിന്റെ ശേഷം ഒന്നും അറിയാത്ത ഒരു വിഡ്ഢിയായി തീരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പിച്ചും പേയും ആകുന്ന ഒരവസ്ഥ, പിച്ചും പേയും പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക, ചെന്നിമൂത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുക. അതെത്തിക്കും അവശമായ പ്രായത്തിലേക്ക് തള്ളുമ്പോ. നേരത്തെ ഒക്കെ അറിയാമായിരുന്നു, ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. വളരെ പ്രായം ചെന്ന ആളുകൾ പറയാറുണ്ട്, പടച്ചോനെ നീ അങ്ങോട്ട് എത്തിക്കരുത് അല്ലാഹ്. നോക്ക്, ബഹുമാനപ്പെട്ട നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങള്, അല്ലാഹുവേ ഇനിയും ഒരുപാട് ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. തങ്ങൾക്കിപ്പോ അത് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. ദീർഘായുസിന് വേണ്ടി ദ്വാരക്കൽ നിങ്ങളൊന്ന് നിർത്തിക്കാളി എന്ന് പറയത്രേ. കാരണം വയസ്സെത്രയായി, 100ന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 93 കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രായം നിങ്ങൾ ആലോചിക്കണം. എന്നാൽ ആ താജുൽ ഉലമ തങ്ങള് നമ്മുടെ ഈ വേദിയിൽ 2 വട്ടം വന്ന് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, 16 വയസ്സ് മുതൽ ഈ 93 കഴിഞ്ഞ ഈ പ്രായത്തിലും ഇന്ന് വരെ 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിക്കാൻ എന്റെ ഉപ്പാപ്പ എന്നോട് നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്ന് വരെ മുടങ്ങാതെ നിർവഹിച്ചിട്ടുണ്ട്. നാണമുണ്ടോ സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും? ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞെങ്കിൽ എന്താണ് ഈ കേൾക്കുന്നത്? ആലോചിക്കണോ? നമ്മളെവിടെയാണുള്ളത്?
നമ്മൾ എവിടെയാണുള്ളത്? ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ പോകേണ്ടത്? നമ്മളിപ്പോ എന്തേ ചെയ്ത്? സുബഹി പോലും നിസ്കരിക്കാതെ ഇരുന്നിട്ട് ഈ തങ്ങളെ കുറ്റം പറയല്ലേ? ഒന്ന് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചാലോചിച്ചോ. നമ്മൾ ചെയ്യണ ആകുള്ള പ്രവർത്തനപ്പതല്ലേ? സുബഹി പോലും നിസ്കരിക്കാതെ ചായമക്കാനിയിൽ വന്നിരുന്ന് ഈ വലിയ മനുഷ്യനെ തെറി പറയുന്നു അല്ലേ? ഇത്രയും കാലമായിട്ട് ഓർമ്മക്കുറവുകളില്ല. ഇപ്പോഴും ദർസ് നടത്തുന്നു. ഇപ്പോഴും തുഹ്ഫയിലെ ഇബ്നു ഹജർ അൽ-ഹൈതമിയുടെ 10 വാള്യമുള്ള തുഹ്ഫ, ആ തുഹ്ഫയിൽ ഒരു ഇബാറത്ത് ഓതുന്ന മുതഅല്ലിമീങ്ങൾ പിഴച്ചങ്ങ് വായിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ചോദിക്കുന്നു, ഈ പ്രായമായ കാലത്ത് ഇപ്പോഴും നീ എന്നെ കിതാബിലേക്ക് നോക്കിക്കോ എന്ന് ചോദിക്കുന്ന അവിടെ അങ്ങനെയല്ല, ഇങ്ങനെ വായിക്കാൻ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ടവർക്ക് ആശയില്ലെങ്കിലും ഞങ്ങൾക്ക് ആശയുണ്ട്. ആ തണൽ ഇനിയും വേണം. ഒരുപാട് കാലം റബ്ബേ ദുആ ചെയ്ത് ഞങ്ങൾക്ക് ആ തണൽ നീ നീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളോടൊപ്പം ആ തണല് നീ നീട്ടിത്തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ജീവിതത്തില് ഇത്രയധികം തിരക്കുകൾ ഉണ്ടെങ്കിലും ആ ജീവിതത്തിൽ 1-2 ദിവസങ്ങളെങ്കിലും അവിടുത്തെ യാത്രയിൽ ഒന്ന് അനുഗമിച്ചാൽ കാണാം, എന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലി തീർക്കുന്നു. ഹബീബിന്റെ പേരിലുള്ള വിശാലമായ സ്വലാത്തുകൾ ദിവസവും ചൊല്ലി തീർക്കുന്നു. ഹദ്ദാദ് റാത്തീബ് ചൊല്ലാത്ത ഒരു ദിവസവുമില്ല. കാരണം ഒരു മുസ്ലിമിന്റെ വിജയമാണ് ഹദ്ദാദ് റാത്തീബ്. ഹദ്ദാദ് റാത്തീബിലെ ഓരോ ദിക്റുകളും സയ്യിദുനാ റസൂലുള്ളാഹിയുടെ നിർദ്ദേശമുള്ളതാണ്. ഞാൻ നേരത്തെ 5 ദിവസം 6 ദിവസം നേരത്തെ അത് അവതരിപ്പിച്ചിരുന്നു. ആ സദസ്സിൽ 10,3000 ആളുകൾ പങ്കെടുത്ത് അവർ മുഴുവനും ഹദ്ദാദ് റാത്തീബ് പതിവാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ പിരിഞ്ഞത്. അപ്പൊ എന്നതുപോലെ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത് നടക്കുന്നു. അതിന്റെ CD ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ആ സദസ്സിൽ നിങ്ങളൊന്ന് വരണം, ആ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കാൻ എന്ന് പ്രത്യേകം പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവശ്യമായ പ്രായത്തിലെത്തുമ്പോഴേ കുഴപ്പമുള്ളൂ. ദീർഘായുസ് നൽകി നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്നല്ല അല്ലാഹു പറയുന്നത്. അവശ്യമായ പ്രായത്തിലേക്ക് തള്ളുന്നവരെ ആ പരീക്ഷിക്കുക. ദീർഘായുസ് കിട്ടിയാലും സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോഴും തങ്ങള് 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മളൊക്കെ ഇപ്പൊ 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ ഇശാ കഴിഞ്ഞാൽ നല്ല ക്ഷീണമുള്ള സമയത്ത് സുന്നത്ത് ബന്ധം ഇരുന്ന് നിസ്കരിച്ചാലും പോരെ. മസാല നമ്മളെ പഴപ്പിക്കും അല്ലെ, ആ മസാല അറിയുമ്പോൾ നമ്മൾ ഇരുന്നാണ് നിസ്കരിക്കും. സുന്നത്തല്ലേ, അത് അത്ര പോരെ. മസലക്കനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീങ്ങും. കൂലി കുറവാണ് കൂടുതലാണ് അതൊന്നും ശ്രദ്ധിക്കാനില്ല. സംഭവം സ്വഹിയാകാത്ത കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇതാണ്ട് ഒത്തിട്ടിയാൽ മതി. നമ്മൾ ആ ലെവലിലല്ല. ആലോചിക്കണം നിങ്ങള്, നമുക്ക് പ്രായമായിട്ടില്ല, നമുക്ക് ചടക്കാനായിട്ടില്ല. അവരുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുവോ? ഇപ്പോഴും വഅദ് പറയുന്നത്, ദർസ് നടത്തുന്നത്, ഇപ്പോഴും അമലുകൾ ചെയ്യുന്നത്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാഹു തആല നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. പടച്ചോനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഇതാണ് നിങ്ങളുടെ തുടക്കം. ഇത് നിങ്ങൾ മറക്കണ്ട. ഇതെല്ലാം പടച്ചു തരുന്ന റബ്ബ് ഒരു സമയം വരുമ്പോ നിങ്ങളെ രണ്ടാമത് തിരിച്ചു വിളിക്കും, ആഖിറത്തിലേക്ക് തിരിച്ചു വിളിക്കും. പിന്നെ ഈ ഭൂമി കാലാകാലം ഇവിടെ നിൽക്കല്ല. അവസാനം അന്ന് ജീവിക്കുന്ന മനുഷ്യരെ കൂട്ടവിളി നടത്തും അല്ലാഹു, ഒരുമിച്ച് വിളിക്കും. പോന്ന വിളി എന്ന് പറയും. അപ്പൊ ഭൂമി അടക്കം നശിക്കും. ഇനി അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട്. അതിനൊരു തെളിവും കൂടെ പറഞ്ഞുതരാം. ഭൂമി, ആ ഭൂമി ഉണങ്ങിക്കിടക്കുന്ന ഭൂമി നിങ്ങൾ ഇങ്ങനെ കാണുക, വരണ്ട് കിടക്കുന്ന ഭൂമി. അതിലാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. അതോടുകൂടെ ഇഹ്തസ്സത്ത്, ഭൂമി സടകുടഞ്ഞെഴുന്നേറ്റു. എന്താണ് അല്ലാഹുവിന്റെ ആ പ്രയോഗമൊക്കെ നോക്ക്. ഇഹ്തസ്സത്ത്, സടകുടഞ്ഞെഴുന്നേറ്റു. പുതുമഴ കിട്ടിയപ്പോൾ വറബത്ത്, വളരാൻ തുടങ്ങി. ഭൂമി വളരാൻ തുടങ്ങി. അഴകാർന്ന മുഴുവൻ സസ്യലതാദികളും മുളപ്പിക്കാൻ തുടങ്ങി. ഭൂമി പൊങ്ങി, ഭൂമി ആവേശം കാണിക്കാൻ തുടങ്ങി. ഭൂമി സസ്യലതാദികൾ മുളപ്പിച്ചു. വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ പുതുമഴക്ക് വീണ്ടും കണ്ടില്ലേ നിങ്ങള് സസ്യലതാദികൾ ഇങ്ങനെ മുളക്കുന്നത്? അത് അടുത്ത വേനലിൽ വീണ്ടും കൂമ്പടിയും. കാണാൻ പോലും ഉണ്ടാകൂല. ഒറ്റ മഴ പെയ്താൽ വീണ്ടും അതാ തലപൊക്കുന്ന. ഇങ്ങനെ നശിക്കുകയും വീണ്ടും പൊങ്ങുകയും നശിക്കുകയും വീണ്ടും പൊങ്ങുകയും ചെയ്യുന്ന ഈ ഒരു നൈരന്തര്യം എന്തിനാണ് സസ്യലതാദികളിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു പറയുന്നത്,
അല്ലാഹുവാണ് അൽ ഹഖ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പരമസത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട് എന്ന് ബോധ്യപ്പെടാനാണ്. വ അന്നഹു യുഹ്യിൽ മൗതാ, അവൻ മരിച്ചവരെ ഇക്കോലത്തിൽ ഹയാത്താക്കുന്നു നിങ്ങൾക്ക് തിരിയണല്ലോ. ഇന്ന് മരിച്ചവർ നാളെ ഒരു മഴ പെയ്യും. റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറയുന്നു. ആ മഴ പെയ്യുമ്പോഴാണ് ഖബറിൽ നമ്മുടെ ശരീരം ഇങ്ങനെ മുളച്ചു പൊങ്ങുക. പിന്നെയാണ് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ആ ആത്മാക്കൾ പുറത്തു ചാടിയിട്ട് ഈ ശരീരങ്ങളെ വന്ന് ചലിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ഇത് നമ്മളെ ബോധ്യപ്പെടുത്തി തരാനാണ് അല്ലാഹു ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ വെച്ചത് എന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോന്നും ഇതിൽ ഓരോ ഘട്ടവും വിശദീകരിക്കേണ്ടതായിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല, കാരണം സമയം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. ആ ഗർഭപാത്രങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അവിടെയൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു നുത്ഫത്ത്, ഒരു പുരുഷ ബീജം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ചെന്ന് സ്ഥാനമുറപ്പിച്ചാൽ അന്നുത്ഫത്തു ഇദസ്തഖറത് ഫിർ റഹിം അഖദഹാ മലകും ബികഫിഹി, മലക്ക് ആ ബീജം എടുത്തിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി മുഖല്ലഖാ അം ഗൈറു മുഖല്ലഖാ, പടച്ചോനെ കണ്ണും കാതും കയ്യൊക്കെ കൊടുക്കണോ വേണ്ടേ ചോദിക്കാൻ. അപ്പൊ അല്ലാഹു മുഖല്ലക്ക എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ, ഗൈറു മുഖല്ലക്ക എന്ന് പറയുകയാണെങ്കിൽ വികലാംഗനായിട്ടാണെങ്കിൽ അങ്ങനെ, ഒന്നും കൊടുക്കണ്ടെങ്കിൽ അങ്ങനെ, ഇടക്ക് വീഴ്ത്തിക്കളയണമെങ്കിൽ അങ്ങനെ, ഓരോന്നും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഗൈറു മുഖല്ലക്കയാണ് പൂർണ്ണമായി എന്ന് പറയുകയാണെങ്കിൽ അവൻ അവിടെ തന്നെ വീഴ്ത്തിക്കളയാനുള്ള സംവിധാനം ലം തകുന്ന സമതൻ അവനൊരു വ്യക്തിയായി രൂപപ്പെടില്ല. വഖദഫത്ഹൽ അർഹാമു ദമാ, രക്തമായിട്ട് ഗർഭപാത്രം അതിനെ തള്ളിക്കളയുന്നു പുറത്തേക്ക്, ബ്ലീഡിംഗ് ആയി പോകുന്നു. നോക്ക് നിങ്ങള്, അല്ല മുഹല്ലക്കത്താണ്. ഇത് അവയവ രൂപകൽപ്പന നടത്തേണ്ടതാന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മലക്ക് ചോദിക്കും, യാ റബ്ബി ദഖറുൻ അം ഉൻസാ, റബ്ബേ ആണോ പെണ്ണോ ആക്കേണ്ടത്? കണ്ടോ, അതിനൊക്കെ ഏൽപ്പിച്ചൊരു മലക്കുണ്ട്, കൃത്യമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആണോ പെണ്ണോ ആക്കേണ്ടത്? അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ശഖിയ്യുൻ ഔ സഈദ്, പടച്ചോനെ ഈ കുട്ടി ഇവന്റെ കോലം കൊണ്ട് നല്ലവനോ ആവുക അതോ വൃത്തികെട്ടവനോ ആകുക, ആദ്യം തന്നെ പടച്ച റബ്ബിനറിയാം ഇവരെങ്ങനെയൊക്കെയാ ജീവിക്കാൻ പോകുന്നത്. ഓരോന്നും കൃത്യമായി ചോദിക്കുന്നു. മല്ലഥൽ, ഇവന്റെ വയസ്സത്രേ പടച്ചോനെ? ഏത് ഭൂമിയിലാ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? ജന്മനാട്ടിലാണോ വിദേശത്താണോ? എവിടെയാ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് അതിനനുസരിച്ച് മലക്കത് രേഖപ്പെടുത്തി വെക്കുന്നു, കണക്കാക്കി വെക്കുന്നു. എന്നിട്ട് ആ നുത്ഫത്തിനോട് ഈ മലക്ക് സംസാരിക്കും, ഇന്ന് ഞാൻ ഇങ്ങനെ രൂപപ്പെട്ടു, എന്നാൽ അന്ന് എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോ എന്റെ നുത്ഫത്തിനോട് അന്ന് മലക്ക് ചോദിച്ചിട്ടുണ്ട്, എന്ത്? ഫയുഖാലു ലിന്നുത്ഫ മൻ റബ്ബുകി, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്റെ മറുപടി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹ്. വീണ്ടും ചോദിക്കുന്നു, മൻ റാസിഖുകി, നിനക്ക് ഭക്ഷണം നൽകുന്നതും ആവശ്യമുള്ള വിഭവങ്ങൾ നൽകുന്നതും ആരാണ്? അല്ലാഹ്. ഫതഖൂലു അല്ലാഹ്. അപ്പോൾ പറയുന്നു, നീ പറഞ്ഞത് എല്ലാം നിനക്ക് ഉമ്മുൽ കിതാബിൽ കാണാം, ലൗഹുൽ മഹ്ഫൂദിൽ കാണാം. ലൗഹുൽ മഹ്ഫൂദ് ഒന്ന് കാണിച്ചു തരണോ? നിനക്ക് ഇതിന്റെ മൊത്തം രൂപം ലൗഹുൽ മഹ്ഫൂദിൽ കാണാൻ പറ്റും എന്ന് ഈ ബീജത്തോട് പോലും മലക്ക് സംസാരിക്കുന്നുണ്ട്. ഇത്ര കൃത്യമായ കണക്കാക്കലും രേഖപ്പെടുത്തലും നമ്മുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ അവശ്യമായ പ്രായത്തിലേക്ക് തള്ളിക്കളയുന്നവരെ കുറിച്ച് കുറച്ച് മോശപ്പെട്ട രൂപത്തിലാണോ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് തോന്നിപ്പോകും. അതില്ല എന്ന് വരുത്താനാ നേരത്തെ ഞാൻ പറഞ്ഞത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ആദർശബോധവും അനുഷ്ഠാനബോധവുമുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ പെടൂല. അവരെത്ര വയസ്സ് നീണ്ടുകിടന്നാലും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അവരെ കൊണ്ടാകും. പടച്ചോനെ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. വയസ്സ് കൂടുന്തോറും ഗുണമേ ഉള്ളൂ, വയസ്സ് കൂടുന്തോറും ഗുണമാണ്. 40 വയസ്സ് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളിൽ നിന്ന് ഒരുപാട് ബലാഗുകൾ തട്ടിമാറ്റും.
50 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളുടെ ഹിസാബ് ഒന്നും കൂടെ എളുപ്പമാക്കും. 60 വയസ്സ് വരെ ജീവിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള ചാൻസ് കൊടുക്കും. 70 വയസ്സ് വരെ ജീവിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ ആരെ പറ്റിയായി പറയുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ നിയമവിലക്കുകളെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് ജീവിച്ചാലായി പറയുന്നത്. 70 വയസ്സ് വരെ ജീവിക്കാൻ ഒരാൾക്ക് തൗഫീഖുണ്ടായാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, മുഴുവൻ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് അള്ളാഹുവിനാൽ ഭൂമിയിൽ ബന്ദിയാക്കി നിർത്തിയവൻ എന്ന ഓമന പേര് കൊടുക്കും. മരിക്കാനായിട്ടും അല്ല മരിക്കാൻ അനുവദിക്കുന്നില്ല. അല്ല ഇയാൾ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അസീറുല്ലാ എന്ന ഓമന പേര് കൊടുക്കും. അത് കഴിയും അപ്പോൾ അതായ വാനലോകത്ത് ആളുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെടും. മലക്കുകൾക്ക് മുഴുവനും അയാളെ ഇഷ്ടമായിരിക്കും. 80 കഴിയുന്നതോടുകൂടെ തഖബ്ബലല്ലാഹു മിൻഹു ഹസനാതിഹി വതജാവസ അൻ സയ്യിആതിഹി, അള്ളാഹു മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചു. വേണ്ടാത്തരങ്ങൾ വല്ലതും മനുഷ്യ പ്രകൃതമായി മനുഷ്യ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട് വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടും. 90-ലെത്തുമ്പോൾ എല്ലാം പുറത്തു കൊടുത്ത് അസീറല്ലാഹി ഫീ അർളിഹി, ഭൂലോകത്തെ അള്ളാഹുവിന്റെ ബന്ദി എന്ന് അയാൾ കോമന പേര് വിളിക്കും. അതോടുകൂടെ ആ നല്ല മനുഷ്യന്, 90 കഴിഞ്ഞ നല്ല മനുഷ്യന് തന്റെ കുടുംബത്തിന് വേണ്ടി ശഫാഅത്ത് പറയാനുള്ള അർഹത അള്ളാഹു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉണ്ട നിങ്ങൾ 90 കഴിഞ്ഞ താജുൽ ഉലമ ജീവിക്കണമെന്ന് നമ്മൾ മോഹിക്കാൻ കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിന് ശഫാഅത്ത് പറയാനുള്ള അധികാരം അല്ലാഹു കൊടുക്കും. 90 വരെ ഇങ്ങനെ പടച്ചോന്റെ പൊരുത്തത്തിൽ ജീവിച്ചതുകൊണ്ട്. ഇതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ അല്ലട്ടോ, ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നടക്കാനുള്ള ഒരു സംഗതിയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എന്നാൽ ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞത് ഇതൊരു ഉട്ടോപ്യയാണോ, ഒരു കൽപ്പിത കഥയാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൽപ്പിത കഥയല്ല. ഇത് ഇന്ന് കണ്ണു ചിമ്മിയാൽ നാളെ കണ്ണു തുറക്കുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് അബൂ റസീനുൽ അഖീലി വരുന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ കൈഫ യുഹ്യില്ലാഹുൽ മൗതാ, അല്ലാഹു എങ്ങനെയാ മരിച്ചവരെ ഹയാത്താക്കുക? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അമറർത ബി അർളിൻ മിൻ അർളി ഖൗമിക മുജ്ദിബതൻ, ക്ഷാമമുള്ള ഭൂമിയിലൂടെ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിലൂടെ നീ നടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഉണ്ട്. സുമ്മ മറർത ബിഹാ മുഖ്സിബ, പിന്നെ ഒരിക്കൽ പോകുമ്പോ അത് ക്ഷേമപൂർണമായി കണ്ടിട്ടുണ്ടോ? എല്ലാം കൊണ്ടും സമൃദ്ധമായതായിട്ട് കണ്ടിട്ടുണ്ടോ? സമൃദ്ധമായ ഉലഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളായിട്ട് നീ കണ്ടിട്ടുണ്ടോ? അതേ നബിയെ, ഉണ്ട്. ഖാല, നബി പറഞ്ഞു, കദാലികൻ നുശൂർ, അതുപോലെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ എഴുന്നേൽപ്പും. നിങ്ങളുടെ രണ്ടാമത്തെ എഴുന്നേൽപ്പ് അങ്ങനെയാണ്. വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു. അത് സൂറത്തു ഖാഫില് അല്ലാഹു ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വിഷയം. സൂറത്തു ഖാഫിൽ വളരെ ഭംഗിയായിട്ട് അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാഉം മുബാറക് മുകളിൽ നിന്ന് ഇറക്കി തന്നു. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ് റിസ്ഖൻ ലിൽഇബാദ് വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത കദാലികൽ ഖുറൂജ്. കദാലികൽ ഖുറൂജ്. അതേ രൂപത്തിലാണ് ട്ടോ രണ്ടാമത്തെ പുനരെഴുന്നേൽപ്പ്. സംശയിക്കണ്ട. ഉണങ്ങിപ്പോയ പുല്ലുകൾ രണ്ടാമത് മുളച്ചു വരുന്നത് കണ്ടില്ലേ? പുല്ലിന്റെ ഒരവശിഷ്ടം പോലും കാണാനില്ലാത്ത സമയത്ത് രണ്ടാമത് തലപൊക്കുന്നത് കണ്ടില്ലേ? അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് രണ്ടാമത് നിങ്ങൾ മുളച്ചു പൊങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഇനിയും കുറെ പറയാനുണ്ട്. സമയദൈർഘ്യം ഭയന്ന് ആ വിഷയ സംബന്ധമായി ഏറ്റവും പൊള്ളുന്ന ഒരു വിഷയം ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം. മനുഷ്യൻ ഇതൊക്കെ അനുഭവിച്ചിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനാവുകയാണ്. പരലോകം തെളിയിക്കാൻ അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ദൃഷ്ടാന്തങ്ങൾ കേവലം ഒന്നങ്ങട്ട് കാണിക്കല്ല, അതിന്റെ നൈരന്തര്യമാണ് ഇതിലൂടെ കാണുന്നത്. ഏത് സസ്യങ്ങളുടെ ഉത്ഥാനത്തിലൂടെയും പതനത്തിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് പല തവണയുള്ള ഉത്ഥാനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പുനരുത്ഥാനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ പിന്നെയും അള്ളാഹുവിനെ നിഷേധിക്കുമ്പോൾ പടച്ചവനൊരു ചോദ്യം, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ,
മനുഷ്യൻ നശിക്കട്ടെ. എന്താണ് ഈ മനുഷ്യൻ ഇത്രമാത്രം നന്ദി കെട്ടവനാവാൻ കാരണം? അവനെ നാം ഏതൊരു വസ്തുവിൽ നിന്നാ പടച്ചുണ്ടാക്കിയത്? ഒരു ബീജഗണത്തിൽ നിന്നുമല്ലേ അവനെ നാം സൃഷ്ടിച്ച് കണക്കാക്കി എടുത്തത്? എന്താ ഇവൻ ആലോചിക്കാത്തത്? സുമ്മ സബീല യസ്സറ, പിന്നെ ഒരു പൂർണ്ണ കുഞ്ഞായതിനു ശേഷം സുമ്മ സബീല യസ്സറ, പുറത്തേക്ക് പോരാൻ അവന് അള്ളാഹു വഴി എളുപ്പമാക്കി കൊടുത്തു. അഥവാ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു ചാടാനുള്ള വഴി എളുപ്പമാക്കി, പ്രസവം എളുപ്പമാക്കി തന്നു. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇതൊരു ഖുദ്റത്തുല്ലാഹിയ, അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ദുആ ചെയ്യാൻ പറയുന്നത്. ഇതൊരു വല്ലാത്ത പ്രതിഭാസമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അല്ലേ? കാരണം ഒരു കുഞ്ഞ് പുറത്തേക്ക് ആ വഴിയിലൂടെ വരിക എന്ന് പറഞ്ഞത് നമ്മുടെ ബുദ്ധി ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യം. അത് നേരിട്ടൊരു കുഞ്ഞ് ജനിക്കുന്നത് കണ്ട ഒരു ഡോക്ടർക്ക്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ കാലത്ത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ നിന്നിരുന്ന ഒരു ഉമ്മാക്ക്, അതാണ് കാണുമ്പോ ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടും. സുമ്മ സബീല യസ്സറ, അല്ലേ? അതിനു മാത്രം പറ്റിയ രൂപത്തിൽ വികസിക്കുന്നു, അതിന് പറ്റിയ രൂപത്തിൽ അത് വികസിക്കുന്നു. അമ്നിയോൻ സഞ്ചി അത് സങ്കോചിക്കുമ്പോ, വേദന ഉണ്ടാകുമ്പോഴാണ് അത് സങ്കോചിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി പുറത്തേക്ക് വരാൻ സഹായകമാകുന്നത്. കുട്ടി സുന്ദരമായി സുഖപ്രസവത്തിലൂടെ പുറത്തോട്ട് വരുന്നു. സുമ്മ സബീല യസ്സറ. പിന്നെ കുറെ കാലം അവനെ ഇവിടെ ജീവിപ്പിച്ചിട്ട് സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവനെ മരിപ്പിക്കും, ഉടനെ ഖബറടക്കും. സുമ്മ അമാതഹു, ജീവിപ്പിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാ മരിപ്പിക്കുക. ഫഅഖ്ബറഹു, ഉടനെ ഖബറടക്കും മരിച്ചാല്. കണ്ടോ നിങ്ങൾ? അതൊക്കെ ഖുർആന്റെ ആ ശൈലി. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നെ അവനെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാ മനുഷ്യൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. എന്നിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവൻ പാലിക്കാൻ തയ്യാറല്ല? അവൻ പാലിച്ചുകൊള്ളണം. ഖുർആൻ ചോദിച്ചു, അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ ശ്രദ്ധിക്കുന്നില്ലേ? അതെവിടുന്ന് വന്നതാ? അവനെവിടുന്നാ വന്നത് എന്ന് ആലോചിക്കുന്നില്ലേ? ഇതിലൊക്കെ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ കിടക്കുന്നുണ്ട്. എന്നാ ഈ പുനരുത്ഥാനം കേവലം ഒരു വയല് പറഞ്ഞു നിർത്തുകയാണോ? വയലിങ്ങനെ നിരന്തരം പറയുന്നു, തെളിവുകളും പറയുന്നു. ഒരിക്കലെങ്കിലും ഈ ഭൂലോകത്തുള്ള ആളുകൾക്ക് സാമ്പിളിന് ഒരു തവണയെങ്കിലും അള്ളാഹു പുനരുത്ഥാനം കാണിച്ചു കൊടുത്തോ? ഒരു ചോദ്യമാണ്. ഖുർആൻ പറയുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കാ കാണിച്ചു കൊടുത്തത്? ഉസൈർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു പുനരുത്ഥാനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലേ? ഉസൈറിനെ അള്ളാഹു 100 കൊല്ലം മരിപ്പിച്ച് കിടത്തിയ കഥ പറയുന്നുണ്ട് ഖുർആനിൽ. ഉസൈറിനെ അള്ളാഹു കാണിച്ചു കൊടുത്തത് ഔ കല്ലദീ മറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യി ഹാദില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസ. 100 കൊല്ലം മരിപ്പിച്ച് കിടത്തിയിട്ട് എഴുന്നേൽപ്പിച്ച ഒരു കഥ. എന്നിട്ട് അല്ലാഹു എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കാ കം ലബിസ്ത, എത്ര ദിവസാ നിങ്ങളിപ്പം മരിച്ചു കിടന്നത്? രണ്ടാമത് എഴുന്നേൽപ്പിച്ചത് ദുന്യാവിൽ തന്നെ ആ സംഭവം. ആ സമയത്ത് ഉസൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയാണ്, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസോ ഒരു പകൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ, ഇത്ര മാത്രമേ ഞാൻ മരിച്ചു കിടന്നിട്ടുള്ളൂ. അപ്പോൾ അല്ലാഹു പറയുന്നു ഖാല ബൽ ലബിസ്ത മിയതാം, അല്ല നീ 100 കൊല്ലായി മരിച്ചിട്ട് ഇപ്പൊ എഴുന്നേൽപ്പിക്കാ നിന്നെ ഞാൻ. 100 കൊല്ലായി. ഒരു തകർന്നടിഞ്ഞു കിടക്കുന്ന മരുഭൂമിയിൽ ചെന്നപ്പോ അവിടെ നിന്നാണ് ഈ പ്രാർത്ഥിച്ചത്. അവിടെ നിന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇയാളെ മരിപ്പിച്ചത്. അവിടെ നിന്ന് അയാൾ അത്ഭുതത്തോടെ ചോദിച്ചത്, ഇതൊക്കെ അള്ളാഹു എങ്ങനെയാണ് രണ്ടാമത് ഹയാത്ത് എടുക്കുക എന്ന് ചോദിച്ചത്. അപ്പൊ അള്ളാഹു കാണിച്ചു കൊടുക്കുക, ആ മണ്ണിൽ ആ വിജനമായ പ്രദേശത്ത് അയാളെ കണ്ട് വീഴ്ത്തി. അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഴുതയുണ്ടോ, അപ്പോ ആ കഴുതയെയും അവിടെയാണ് മരിപ്പിച്ച് കിടത്തി. ഇതെവിടെയാ പറയുന്നത്? സൂറത്തുൽ ബഖറ 259 ആയത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്. ദാ 100 കൊല്ലായിട്ടോ തെളിവെവിടെ? فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما. എന്താ പറഞ്ഞത്? രണ്ടിനും തെളിവ്. എത്ര കാലം വെച്ചേച്ചാലും ഒന്നും പറ്റൂല എന്നുള്ളതിന് തെളിവ്. 3 നൂറ്റാണ്ടിൽ അധികം കിടത്തിയുറക്കി അസ്ഹാബുൽ കഹ്ഫിനെ ഒന്നും പറ്റിയില്ല. അത് മരിപ്പിച്ചതല്ലല്ലോ, ഉറക്കി കിടത്തിയതാ.
അപ്പൊ അല്ലാഹു തആല അങ്ങനെ വെക്കണം എന്ന് കരുതിയാ വെക്കാൻ പറ്റും. എന്നിട്ട് അല്ലാഹു തആല 100 കൊല്ലം ഇയാളെ മരിപ്പിച്ച് കിടത്തിയപ്പോ ഇയാളുടെ അടുത്ത് ഇയാൾക്ക് ഒരു സാധനം നശിക്കാതെ കിടക്കുമെന്നതിന് തെളിവ് കാണിച്ചു കൊടുത്തത് പെട്ടെന്ന് നശിക്കുന്ന ഭക്ഷണം അതവിടെ ബാക്കി വെച്ചു അല്ലാഹു. ആ ഭക്ഷണം കണ്ടോ നിങ്ങൾ? ഒരു പകർച്ച പോലും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മരിച്ച അന്നത്തെ നിങ്ങളെ കൂടണ്ട ആ യാത്രയിൽ നിങ്ങൾ കരുതി വെച്ചിരുന്ന ഭക്ഷണം ഒരു കുഴപ്പമില്ലാതെ ഞാൻ സംരക്ഷിച്ചത് കണ്ടോ? അതിനല്ലേ ഞാൻ പറഞ്ഞത് ഒരു പകലോ അല്ലെങ്കിൽ പകുതിയോ ആയിട്ടുള്ളൂ പഠിച്ചോനെ എന്ന് പറഞ്ഞത് ഉസൈർ പറയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു അത് ശരി. ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കിയില്ലേ? വന്ദുറിലാ ഹിമാരിക്, നിങ്ങളുടെ കഴുത എവിടെയാന്ന് നോക്കിക്കാണ്. നിങ്ങളുടെ വാഹനമാകുന്ന കഴുത 10 ദിവസം കിടന്നാലും ഒന്നും പറ്റാത്ത സാധന. ആ കഴുത എവിടെയാണെന്നൊന്ന് പറയും. അപ്പൊ കഴുതനെ നോക്കുമ്പോ കാണുന്നില്ല, അസ്ഥികൂടം മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അസ്ഥികൂടം മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് കഴുതയുടെ. എല്ലാം പോയിരിക്കുന്നു. കാരണം 100 കൊല്ലായി. പിന്നെ എഴുന്നേൽക്കുക. അപ്പൊ കഴുത വെറും അസ്ഥികൂടങ്ങള്. അപ്പൊ അള്ളാഹു പറഞ്ഞു വന്ദുറിലല്ലിദാം, ആ അസ്ഥികൂടങ്ങളിലേക്ക് നോക്കിക്കട്ടോ. കൈഫനുൻശിസുഹ, എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുക എന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പോ ബഹുമാനപ്പെട്ട ഉസൈർ ഇങ്ങനെ നോക്കി നിൽക്കുക. ഉസൈർ ഇപ്പൊ ഹയാത്തായതാ പുതിയതായിട്ട്. എന്നിട്ട് അസ്ഥികൂടങ്ങളായി കിടക്കുന്നത് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇന്ന് തന്നെ പോയി മറിച്ചു നോക്കിയാൽ കാണാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അൽ ബഖറ 259 ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം. അപ്പൊ ഇങ്ങനെ മണ്ണിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് കഴുതയുടെ മൊത്തം മാംസം സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. എങ്ങനെയാണ് ഈ എല്ലുകളെ കൈഫനുൻശിസുഹ, ഈ എല്ലുകളെ നമ്മൾ പുനരെഴുന്നേൽപ്പിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇവ സെറ്റ് ചെയ്തിട്ട് പുനരെഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ ഇത് ഛിന്ന ഭിന്നമായി പോയ തുന്നം പാറിപ്പോയ ഈ എല്ലുകളൊക്കെ ജോയിന്റുകളൊക്കെ കഴിഞ്ഞു പോയത് ആദ്യം ഇങ്ങോട്ട് സെറ്റ് ചെയ്തൊക്കെ ലെവലാക്കി കഴുത വെറും എല്ലും കൂടെ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റുന്നു. അപ്പോൾ മാംസല്ല. പിന്നെ അതിലിങ്ങനെ കയ്യിലും കാലിലും ഉടലിലും ഒക്കെ അല്ലാഹു മാംസം ഇങ്ങനെ പൊതിഞ്ഞു. ഇതിങ്ങനെ കാണുകയാണ്. ഇത് സംഭവിക്കുന്നത് ഉസൈർ കാണാൻ. ഇനി ഉസൈർ പുനരുത്ഥാനം നിഷേധിക്കോ? ഉസൈറിന് കാണിച്ചു കൊടുക്കാണ് അള്ളാഹു ഒരു സാലിഹായ മനുഷ്യനിലൂടെ ഇതാ പുനരുത്ഥാനം കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഭവമാണ്. ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങ് ബോധ്യപ്പെട്ടപ്പോൾ ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ എനിക്ക് ബോധ്യപ്പെടുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അഅലമു, ഞാൻ യഖീനാക്കുന്നു പടച്ചോനെ, നീ എനിക്ക് സംശയമല്ലട്ടോ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിച്ചോളാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു പുനരുത്ഥാനം. ഇബ്രാഹിം നബി ചോദിച്ചു, പടച്ചോനെ എങ്ങനെയാ നീ മരിച്ചവരെ ഹയാത്താക്കാന്നൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹു തആല പറഞ്ഞു, 4 പക്ഷികളെ പിടിക്കുക, ആ പക്ഷികളെ കഷ്ണമായിട്ട് നുറുക്കുക, എന്നിട്ട് കൂട്ടിക്കുഴമ്പുക, എന്നിട്ട് 4 മലയിൽ കൊണ്ടുപോയി വെക്കുക. 4 പക്ഷികളുടെയും ഭാഗങ്ങൾ അതിൽ കൂട്ടിക്കുഴമ്പണം. എന്നിട്ട് 4 മലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ മുറിച്ചു വെച്ച മാംസങ്ങളെ നിങ്ങൾ ഇങ്ങ് വിളിക്കൂ, അവ പറന്നു വരും, കാണിച്ചു തരാമോ? അത് അല്ലാഹു പറയുന്നു. എവിടെ? സൂറത്തുൽ ബഖറയുടെ 260 ആയത്തില് അല്ലാഹു പറയുന്നു, വൈദ ഖാല ഇബ്രാഹീമു റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ. പടച്ചോനെ എങ്ങനെയാ നീ മരിച്ചവരെ ഹയാത്താക്കാന്ന് കാണിച്ചു തരോ? ഖാല അവലം തുഅ്മിൻ. അല്ലാഹു ചോദിച്ചു, ഇബ്രാഹിമേ നിനക്ക് ഈമാനായിട്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ലേ ഞാൻ മരിച്ചവരെ ഹയാത്താക്കും? ഇല്ല പടച്ചോനെ, അത് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. നീ മരിച്ചവരെ ഹയാത്താക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ ചോദിച്ചത്? എങ്ങനെയാ മരിച്ചവരെ ഹയാത്താക്കുക? എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഈമാനുണ്ട്, ആ ഈമാൻ ഒന്നും കൂടെ അങ്ങോട്ട് തറോ ആകാനാണ്, ഒരനുഭവ പശ്ചാത്തലം ഉണ്ടാവട്ടെ എന്ന് കരുതി ആ പടച്ചോനെ കാണിച്ചു തരുമോ? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഫഖുദ് അർബഅതൻ മിന ത്വയ്രി ഫസ്റുഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ സുമ്മ ദുഉഹുന്ന യൽതീനക സഅയാ വഅലം അന്നല്ലാഹു അസീസുൻ ഹകീം. വിളിച്ചോ, അവ വരും. അപ്പൊ അല്ലാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പരിഭാഷ എഴുതുമ്പോൾ വ്യാഖ്യാനം എഴുതിയപ്പോ ഒരു വൃത്തികെട്ട മനുഷ്യൻ, അയാൾ ഇത്തരം മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും ഒക്കെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം വളച്ചൊടിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് CM മൗലവി. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷയില് ഇത്തരം വ്യാഖ്യാനങ്ങളിലൊക്കെ കടന്ന കൈകളാ പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ മെരുക്കി വിളിക്കുക എന്ന് CN അഹമ്മദ് മൗലവിയെ പോലെയുള്ളവർ ഇതിനർത്ഥം കൊടുത്തു. പക്ഷികളെ മെരുക്കി വിളിക്കുക, അപ്പൊ അവ പറന്നു വരും. ഇതെങ്ങനെ പുനരുത്ഥാനത്തിന് തെളിവാകുമോ?
കഷ്ണം നുറുക്കിയിട്ട് കൊണ്ടുപോയിട്ട് വിളിക്കാനാ പറഞ്ഞ. അപ്പോഴല്ലേ പുനരുത്ഥാനത്തിന് തെളിവാവുള്ളൂ. മരിച്ചവരെ ഹയാത്താക്കൽ എങ്ങനെ കാണിച്ചത്? അതെ, 4 പക്ഷികളെ പിടിച്ചിട്ട് 4 മലയെ കൊണ്ടുവെക്കുക, എന്നിട്ട് വാ എന്ന് പറയാം. ആദ്യം അതിനെ പിടിച്ച് ശരിക്കും മെരുക്കിയെടുക്കുക. അപ്പൊ അത് അനുസരണത്തോടെ വരുന്നത് കാണാം. എന്നതുപോലെ ഞാൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് വരും. മരിച്ചവരെ ഹയാത്താക്കുന്നതിന് ഉദാഹരണമാണോ? അല്ല. എന്തിനാ പിന്നെ അത് പറഞ്ഞത്? ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട്. ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് അല്ലേ? ഷായറെ മുബാറക്ക് പേരിലുണ്ടാക്കിയ അനാവശ്യമായ വിവാദം. ആ വിവാദത്തിൽ ഒരു പേനയുന്തി എഴുതി പ്രമാണങ്ങൾ സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന പ്രമാണങ്ങളാണെങ്കിലും സഹീഹായ ഹദീസുകളാണെങ്കിൽ പോലും നമ്മുടെ ബുദ്ധിയിലിട്ടു ഒന്ന് കറക്കി നോക്കണോ, അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അല്ലെങ്കിൽ തള്ളലാണ് എന്റെ പതിവ്. അയാൾ ഇതൊക്കെ ചാടിക്കടക്കേണ്ടി വരും എന്ന് അയാൾ പ്രയോഗിച്ചതാണ്. അതൊക്കെ നമ്മൾ ചാടിക്കടക്കല സാധാരണ. ഇയാൾ ഇതൊക്കെ ചാടിക്കടക്കല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. കാരണം ഇയാളെ ബുദ്ധി സമ്മതിക്കൂല. മൂമിനീങ്ങൾക്ക് ഇത് വിശ്വസിക്കല്ലാതെ നിർവാഹവുമില്ല. മൂമിനീങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നോക്ക് നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പുനരുത്ഥാനം കാണിച്ചിട്ടുണ്ട്. ഇനിയോ ആയിരങ്ങളെ ഒരു നാട്ടിൽ അള്ളാഹു മരിപ്പിച്ച് കിടത്തിയ സംഭവവുമുണ്ട്. ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിൽ ഒരു ഗ്രാമത്തിലെ പ്ലാഗ് രോഗം പിടിപെട്ടു. പ്ലാഗ് രോഗം പിടിപെട്ടപ്പോൾ അവിടെയുള്ള യോഗ്യന്മാരും പ്രമാണിമാരും ഒക്കെ വേഗം നാടുവിടാൻ പലായനം നടത്താൻ പറ്റാതെ പോയ സാധുക്കൾ അവിടെ കുടുങ്ങി. അവിടെ താമസിച്ചവരൊക്കെ പ്ലാഗ് രോഗത്തിന് അടിമപ്പെട്ട് അവരൊക്കെ മരിച്ചുപോയി. അധിക പേരും, കുറച്ചാളുകളെ ബാക്കിയായുള്ളൂ. പുറത്ത് പോയവരൊക്കെ സലാമത്തായി തിരിച്ചു വരികയും ചെയ്തു. രോഗമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. അപ്പോ സാധുക്കൾ, ഇവിടെയുള്ള സാധുക്കൾ ഇങ്ങനെ പറഞ്ഞു, ഫഖാലല്ലദീന ബഖൂ, അവിടെ ശേഷിക്കുന്നവർ പറഞ്ഞു, അസ്ഹാബുനാ കാനൂ അഹ്സമ മിന്നാ ലൗ സനഅനാ കമാ സനഉ ലബഖീനാ കമാ ബഖൂ. അതെ, നമ്മുടെ കൂട്ടുകാർ പോയതുപോലെ നമ്മളും പോവുകയാണെങ്കിൽ നമുക്കും അവരെ പോലെ രക്ഷപ്പെടാമായിരുന്നു. നമ്മൾ ഇവിടെ നിന്നതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖലാ ആണ് എന്നുള്ളത് മറന്നുപോയി. അവര് പോയപ്പോ അവര് മരിച്ചില്ലല്ലോ. നമ്മളും അന്ന് നാട് വിട്ടിരുന്നെങ്കിൽ മരിക്കൂലായിരുന്നു. ആര്? കുറഞ്ഞ ആളുകൾ ബാക്കിയുണ്ട്. മരിച്ചു പോയവരെ പറ്റി ബാക്കിയുള്ളവർ പറയാൻ. അതുകൊണ്ട് ഇനിയൊരു ദുരന്തം വരികയാണെങ്കിൽ, നമ്മൾ എങ്ങനെയോ കഷ്ടകാലത്തിന് ബാക്കിയായതാണ്, ഇനിയൊരു ദുരന്തം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മരിച്ചവരെ പോലെ മരിക്കാൻ ഇനി നമ്മളെ കിട്ടൂല. ഇനി വന്നാൽ നമ്മൾ നാട് വിടും. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു നാട്ടിൽ പ്ലാഗ് രോഗം ഉണ്ടെങ്കിൽ അവിടുന്ന് നാട് വിടാൻ പാടില്ല. അവിടുന്ന് അങ്ങോട്ട് പോയിക്കൂടാ. ആ രോഗം ഇവരിൽ ആർക്കെങ്കിലും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്യദേശത്തേക്ക് പോകരുത്, അവിടെയുള്ളവർ ഇങ്ങോട്ടും വരരുത്. ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് നടക്കൂ. ഒരു മുൻകരുതൽ എന്ന നിലക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ നിങ്ങൾ, ഇവർ മുൻഗാമികൾക്കും ഇത്തരം ഒരു നിർദ്ദേശമുണ്ടാവാലോ. അവർ പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു പ്ലാഗ് രോഗം ഉണ്ടാകുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വല്ല മാരക രോഗം നാട്ടിൽ വരികയാണെങ്കിൽ നമുക്കും വിടണം, എന്നിട്ട് അവരെ പോലെ രക്ഷപ്പെടണം. അങ്ങനെ രണ്ടാമതും വലമ്മാ വഖഅത് താഊനു സാനിയ, രണ്ടാമതും ആ നാട്ടിൽ പ്ലാഗ് രോഗം വന്നപ്പോൾ ഒന്നടങ്കം ഓടി രക്ഷപ്പെട്ടു. അങ്ങ് ഓടിയവരൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ഓടി. അങ്ങനെ 2 മലകൾക്കിടയിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് അവർ തമ്പടിച്ചു. ആ സ്ഥലത്തിറങ്ങിയപ്പോൾ അവർ രക്ഷ മോഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്. അപ്പോഴാണ് നാദാഹും മലക്കുൻ മിൻ അസ്ഫലിൽ വാദി വ മലക്കുൻ ആഖറു മിൻ അഅല, ആ താഴ്വരയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും 2 മലക്കുകൾ നിന്നിട്ട് അവരങ്ങ് വിളിച്ചു. ഒറ്റ അനൗൺസ്മെന്റ്, അൻമൂതു, എല്ലാവരും മരിച്ചോളണം. ഫമാതു ജമിയ, എല്ലാവരും മരിച്ചു. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി കഥ എഴുതുന്നു. ഇത് ഖുർആൻ പറഞ്ഞ കഥയാണോ എന്ന് ആരെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ പറയാം, ഖുർആനിലെ ആയത്ത് ഞാൻ ഓതിത്തരാം. ഒരു രോഗമില്ലാതെ അവർ മുഴുവനും മരിച്ചു, അകാരണമായി മുഴുവനും മരിച്ചു. ഫമാതു ജമീഅൻ മിൻ ഗൈരി ഇല്ല ബിഅംരില്ലാഹി വമശിയത്തി, പടച്ചോന്റെ തീരുമാനപ്രകാരം ആ നാട്ടുകാർ മുഴുവനും മരിച്ചുപോയി. വമാതത്ത് ദവാബുഹും, അവരിലുള്ള മൃഗങ്ങളും ചത്തൊടുങ്ങി. കമൗതി റജുലിൻ വാഹിദ്, ഒരു മനുഷ്യൻ മരിക്കുന്ന ലാഘവത്തിൽ എല്ലാവരും ഒറ്റയടിക്ക് മരിച്ചു എന്നർത്ഥം. ഒരാൾ മരിക്കുന്ന പ്രയാസം ഉണ്ടായിട്ടുള്ളൂ, എല്ലാവരും മരിക്കാൻ, മൃഗങ്ങൾ ചാവാൻ. അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ മരണം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞു. ഫഅത്തത് അലൈഹിം 8 അയ്യാം, 8 ദിവസം പിന്നിട്ടു. ഹത്തം തഫഹു, എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ചാ അറിയില്ലേ? ഹത്തം തഫഹു, ഈ ഡെഡ് ബോഡികളെല്ലാം വീർത്തു. ഒരു മൈതാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കിടക്കുകയാണ്. ആ ഡെഡ് ബോഡികളെല്ലാം കൂടെ വീർത്തു. മരിച്ചതിന് ശേഷം വീർത്തു. അർവാഹത്ത് അജ്സാദുഹും, ശരീരങ്ങളൊക്കെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, വീർത്ത് മണക്കാൻ തുടങ്ങി.
ജനങ്ങൾ അവരിലേക്ക് ചെന്നു. ഈ മണം കേട്ടപ്പോൾ ഒഴിഞ്ഞ പ്രദേശത്താണ് ഇത് അള്ളാഹു ഈ ദുരന്തിറക്കിയത്. അപ്പൊ കേട്ടപ്പോൾ ചെന്നു. അപ്പൊ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരെ ഒന്നും ഒരിക്കലും മറമാടാൻ കഴിയൂല. ഇവരെ മറമാടാൻ ഓരോരുത്തർക്കും കബറ് കുത്തി മറമാടാൻ പ്രയാസാണ്. അപ്പൊ പിന്നെ അടങ്കം അല്ലെ സർവമത കൂട്ടുപ്രാർത്ഥനയോടുകൂടെ അങ്ങോട്ട്. സാധാരണ ഇന്ന് നമ്മൾ വിമാന ദുരന്തത്തിലൊക്കെ മരിച്ചവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അള്ളാഹു അത്തരം ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. സർവമത പ്രാർത്ഥനയോട് കൂടെ സംസ്കരിക്കപ്പെടുന്നവർ എന്നതുപോലെ ഈ കൂട്ടരെ ഒന്നടങ്കം ഇവരെന്ത് ചെയ്തു? ആ രാജ്യത്തിനൊരു വേലി ഇങ്ങോട്ട് കെട്ടി, ശക്തമായ ഒരു മതിൽക്കെട്ട് ഇങ്ങോട്ട് കെട്ടി. മതിൽക്കെട്ട് ഇങ്ങോട്ട് കെട്ടിയിട്ട് അവിടെ കിടന്നോട്ടെ, കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് തീരുമല്ലോ, എന്നിട്ട് അതിന്റെ ചൂരും മണവും ഒക്കെ തീർന്നതിന് ശേഷം നമുക്ക് കയറി ചെന്നിട്ട് കൈകാര്യം ചെയ്യാം. ഇപ്പൊ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അങ്ങനെ അവരെ അവിടെ ആക്കിയിട്ട് കെട്ടിനുള്ളിലാക്കിയിട്ട് ഇവർ പോരും. ആ സമയത്താണ് ഒരു പ്രവാചകൻ, അന്ന് ഹിസ്ഖീൽ അലൈഹിസ്സലാം പ്രവാചകനാണ്. അദ്ദേഹം ആ വഴി ഇങ്ങനെ വരികയാണ്. അദ്ദേഹം വരുന്ന സമയത്ത് ഈ സംഭവം കണ്ടപ്പോൾ ബനൂ ഇസ്രായേലിലെ മൂസാ നബിയുടെ ശേഷം മൂന്നാമത്തെ ഖലീഫയായി വന്നയാളാണ് ഹിസ്ഖീൽ അലൈഹിസ്സലാം. അദ്ദേഹം നബിയാണ്, അല്ല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖലീഫയാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, ഈ നല്ല മനുഷ്യൻ ആ വഴി ഇങ്ങനെ വരുമ്പോൾ അതാ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ എന്തു പറ്റിപ്പോയതാ ഇത്? എത്ര മനുഷ്യന്മാരാ അവിടെ ഈ മരിച്ചു കിടക്കുന്നത്, എന്തു പറ്റിപ്പോയതാ? ഇവരുടെ കാര്യത്തിൽ അവിടെ ചിന്തിച്ച് തലമുണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തു പറ്റി? അപ്പാ മനുഷ്യൻ അല്ലാഹു വഹ്യ് നൽകുന്നു, ആ നബിക്ക് അല്ലാഹു വഹ്യ് നൽകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണമെന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടോ, ഉദ്ദേശ്യമുണ്ടോ? ഖാലനഅം, ആ നബിയുല്ലാഹി പറഞ്ഞു അതെ. ഖാലല്ലാഹ്, അല്ലാഹ് പറഞ്ഞു എന്നാൽ ഒന്നും നോക്കണ്ട, ഈ ശവ കൂട്ടമില്ലേ, ഈ കാണുന്ന ഡെഡ് ബോഡികളുടെ കൂട്ടമില്ലേ, എല്ലാം അതാ മരിച്ചു കിടക്കുന്നവരാണ്. അതാ നാറി പൊങ്ങി വീർത്തു പൊങ്ങി നാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഡെഡ് ബോഡികളിലേക്ക് നോക്കിയിട്ട് നിങ്ങളൊന്ന് വിളിക്കോ, യാ അയ്യത്തുഹൽ നിദാം, അസ്ഥികൂടങ്ങളെ, ഇന്നല്ലാഹ യഅ്മുറുകി അൻ തജ്തമിഇ, നിങ്ങളോട് അല്ലാഹു സംഘടിക്കാൻ പറയുന്നുണ്ടെന്ന് പറയണം. നിങ്ങളതൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ കാണിച്ചു തരാം. അത്ഭുതോ, ആ നബി ആ ചുറ്റുമതിലിനുള്ളിലുള്ള ഡെഡ് ബോഡികളോട് വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ നിദാം ഇന്നല്ലാഹ യഅ്മുറുകി അൻ തജ്തമിഇ എന്നങ്ങ് വിളിച്ചു പറഞ്ഞു. ആ വിളിയാളം കേൾക്കേണ്ട സമയം എല്ലാവരും കൂടെ സംഘടിച്ചു. എല്ലാവരുടെ എല്ലും കോലും ഒക്കെ അടുത്ത് വന്നു. അങ്ങനെ ഒന്നൊന്നിനോട് ചേർന്നു. മലയോരത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്നും ഒക്കെ ഇതിങ്ങനെ വന്നു. വന്നിട്ട് ഫസാറത്ത് അജ്സാദം മിൻ നിദാം ലാ ലഹ്മ വലാ ദമ, ചോരയും മാംസവും ഇല്ലാത്ത ശരീരങ്ങളായി രൂപപ്പെട്ടു. അപ്പൊ ആത്മാവ് കയറിയിട്ടില്ല, ചോരയും മാംസവും കയറിയിട്ടില്ല, അതൊന്നും ഇളകാൻ തുടങ്ങിയിട്ടില്ല. അല്ലാഹു വീണ്ടും ഈ നബിയോട് പറയാണ്, നാദി, ഒരു തവണയും കൂടെ വിളിച്ചു പറയണം, അയ്യത്തുഹൽ അർവാഹ്, ഓ ആത്മാക്കളെ, ഇന്നല്ലാഹ യഅ്മുറുകി അൻ തഖൂമി, നിങ്ങളോട് ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു പറയുന്നുണ്ട്. അതാ അവരിങ്ങെഴുന്നേറ്റു. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യർ മുഴുവനും എഴുന്നേറ്റു. യഖൂലൂന, അവരെല്ലാവരും ഒരേ നാക്കുകൊണ്ട് പറയുന്നു, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, നിന്റെ പ്രകീർത്തനം ഞങ്ങൾ വാഴ്ത്തുന്നു. അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത, ഇനി ഞങ്ങൾ നീയല്ലാതെ ഇലാഹുണ്ട് എന്ന് സമ്മതിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾക്ക് ഉറപ്പായി പടച്ചോനെ. ആ ടീം അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റു. ഫബഖിയത് ഫീഹിം ബഖായാ മിൻ ദീഹിന്നതൻ, ആ ദുർഗന്ധത്തിന്റെ അവശിഷ്ടങ്ങൾ മരിച്ചെഴുന്നേറ്റതിന്റെ ശേഷവും ഏതുണ്ടായിരുന്നു? മരിച്ച മനുഷ്യന്മാരുടെ ചെറിയൊരു നാറ്റം ആ കൗമ് പിന്നെ മരിക്കോളും നിലനിന്നിരുന്നു. എന്തിന്? അല്ലാഹു അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഇതെവിടെയാ ഖുർആനിൽ പറഞ്ഞത്? ഇതിന്റെ സംക്ഷിപ്തം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ കഥയുടെ പൂർണ്ണരൂപമാണ് ഇസ്മായിലുൽ ഹക്കിയ കേൾപ്പിച്ചത്. ഖുർആനിൽ പറഞ്ഞത്, അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും മുലൂഫ്, നബിയേ
സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ട ആയിരങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ കഥയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീടുകളിൽ നിന്ന് അവർ വീട് വിട്ടിറങ്ങി. വഹും മുലൂഫ്, അവർ ആയിരങ്ങളുണ്ട്. ഹദറൽ മൗതി, മരണത്തെ ഭയന്ന് ചെയ്തതാ. ഫഖാല ലഹുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, മൂതു, മരിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ മരിപ്പിച്ചു. സുമ്മാഹിയാഹും, പിന്നെ അവരെ അല്ലാഹു ഹയാത്താക്കി. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, ഇങ്ങനെ ഒരു പുനരുത്ഥാന ചിത്രം പച്ചയായിട്ട് ജനകീയമായിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അവരുടെ കണ്ണിൽ. ഇങ്ങനെ അല്ലാഹു ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞു തന്നാൽ മതി, ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞു തന്നാൽ മതി. എന്നാൽ ഇങ്ങനെ ഒരു മോഡലും കൂടെ ചരിത്രത്തിൽ അല്ലാഹു സംഭവിപ്പിച്ചപ്പോൾ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, അല്ലാഹു ജനങ്ങളോട് എന്തു വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ഇതൊക്കെ നേരിട്ട് കാണിച്ചു തന്നല്ലോ. എന്നിട്ടും വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്തോ അറിയില്ല. ഭൂരിപക്ഷം ജനത ഇപ്പോഴും അവര് ശുക്ർ പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. ഇതാണ് അവർ കൂത്താടട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞത്. കാത്തിരുന്ന് കാണല് പുനരുത്ഥാന നാളിലാണ്. അന്ന് അവർ എഴുന്നേറ്റ് വരും. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവരുടെ കണ്ണുകൾ താഴ്ന്ന അവസ്ഥയില്, കണ്ണുകളൊക്കെ ചൂളിയിട്ടുണ്ടാകും. തർഹഖുഹും ദില്ല, അപമാനം അവരെ പൊതിഞ്ഞു നിൽക്കും. അങ്ങനെ കുറ്റവാളികളുടെ മട്ടില്, ആ കോലത്തില് അവർ പടച്ചോന്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. ദാലിക്കൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ, അവരോട് താക്കീത് നൽകപ്പെട്ട, അവരെ ഭയപ്പെടുത്തപ്പെട്ട, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഒരു ദിവസമാണ് കേട്ടോ അത്. ആ ദിവസം വരുന്നതിന്റെ മുമ്പ് നന്നായിക്കോ. നന്നാകാൻ സൗകര്യമില്ലാത്തവനെ നബിയെ പാട്ടിന് വിട്ടുകൊടുക്കുക. അവനെ നമുക്ക് കാത്തിരുന്ന് കാണാം, കൈകാര്യം ചെയ്യാം. പടച്ച റബ്ബ്, പടച്ചോനെ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്.